ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ എന്താണ് ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ? ഏതൊരു സിറ്റുവേഷനിലാണ് ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റുക, അല്ലേ? അപ്പോൾ നമ്മൾ നാച്ചുറലി നമുക്ക് അറിയണം എന്താണ് ഈ ഓപ്റ്റിമം എന്ന് പറയുന്ന ടേം. ഈസ് ഇറ്റ് ഓപ്റ്റിമം സ്റ്റാൻഡ്സ് ഫോർ മാക്സിമം ആണോ? അല്ല, അല്ലേ? നമുക്കറിയാം മാക്സിമമോ മിനിമോ ഒന്നും അല്ല ഓപ്റ്റിമം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ എന്തിനാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അപ്പോൾ അത് മാക്സിമമോ മിനിമോ ആവറേജോ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എന്താണ് അത് കാണിക്കുന്നത്? സോ ഓപ്റ്റിമം അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ദ ബെസ്റ്റ് വേ, ഓക്കെ, ദ ബെസ്റ്റ് പോസിബിൾ വേ, the best possible outcome, the best possible course of action. ഇതിനെയൊക്കെ നമ്മൾ ഓപ്റ്റിമം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നു. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ടുള്ള, ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള. ക്ലിയർ? അപ്പോൾ ഈ ബെനിഫിഷ്യൽ നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുക? അപ്പോൾ നമ്മൾ രണ്ട് ഘടകം നോക്കണം. ക്ലിയർ? അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റും. ക്ലിയർ? ഈ കോസ്റ്റും ബെനിഫിറ്റൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ, അല്ലേ, ബെനിഫിറ്റ് കിട്ടുന്നതും അതേസമയം ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഉണ്ടാവുന്നതും. അപ്പോൾ കോസ്റ്റും ബെനിഫിറ്റും തമ്മിൽ നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യേണ്ടി വരും, അല്ലേ? അതിന് തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടി വരും, ബാലൻസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ബാലൻസ് ചെയ്ത്, അല്ലേ, റിസ്കിനെയും റിട്ടേണിനെയും ബാലൻസ് ചെയ്യുന്നത് നമ്മൾ, അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ഓപ്റ്റിമം, അല്ലേ, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രേഡ് ഓഫ് ചെയ്ത്, ക്ലിയർ, ഒരു ബാലൻസിങ് ചെയ്ത്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നല്ല ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നു. ക്ലിയർ? അത് പ്രോഫിറ്റബിലിറ്റിയുടെ കേസാവാം, അല്ലെങ്കിൽ റിട്ടേണിൻ്റെ കേസാവാം, ക്ലിയർ, റിസ്കിൻ്റെ കേസസ് ആവാം, വാല്യൂവിൻ്റെ കേസാവാം, വെൽത്തിൻ്റെ കേസാവാം. ഓക്കെ, ഇങ്ങനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള, ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ക്ലിയർ, അതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, അല്ലേ, ഡിസ്കസ് ചെയ്യുമ്പോൾ അതെന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് തന്നെ മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്താണ്, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ ഓഫ് ദ ഫേം ആണ്. അങ്ങനെയാണെങ്കിൽ ഫേമിന് ഏറ്റവും നല്ലൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലേ, അതിലൂടെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരുന്ന ഒരു ആൾട്ടർനേറ്റീവ് എന്താണോ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്റ്റിമം എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് വരിക, അല്ലേ? അപ്പോൾ ഓപ്റ്റിമം പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ഓപ്റ്റിമം സെയിൽസ്, ഓപ്റ്റിമം പ്രൊഡക്ഷൻ, ക്ലിയർ, ഓപ്റ്റിമം മാർക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വരുമ്പോൾ എന്തായിരിക്കും? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്യുക, അല്ലേ? ദാറ്റ് മീൻസ് അവിടെ എന്തായിരിക്കും? അപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റിയുടെയും മിക്സ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ, അല്ലെ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം ഓപ്റ്റിമൈസേഷൻ. ക്ലിയർ? So every company wishes to have an optimum or the most appropriate capital structure. Clear? So most appropriate, most beneficial, clear എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. So the basic principles or basic purpose of capital structure decision is to maximize the value of the firm, of the shareholders, അല്ലെങ്കിൽ ഷെയർഹോൾഡേഴ്സിൻ്റെ വെൽത്തോ വാല്യൂ ഓഫ് ദ ഫേമോ വർദ്ധിപ്പിക്കുക എന്നാണ് ഏതൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ ചെയ്യുക, അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനും ഒരു ഫിനാൻസിങ് ഡിസിഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ഫേമിൻ്റെ വാല്യൂവിനെ കൂട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഈസ് കോൾഡ് ആൻ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? ഇപ്പോൾ എപ്പോഴാണോ ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന് കഴിയുന്നത്, അല്ലേ, ആ പ്രൊപ്പോർഷൻ, ആ മിക്സിന് നമുക്ക് എന്ത് പറയാം? ഓപ്റ്റിമം എന്ന് പറയാൻ പറ്റും. ക്ലിയർ? സോ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി ബെസ്റ്റ് or the most economical capital structure. Okay, so it is a mix of debt and equity that maximizes the value of the firm and minimizes the cost of capital. Clear? അപ്പോൾ അത് വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താ? അത് ഒരേ സമയം ഇക്വിറ്റി, അല്ല, ഏത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണോ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുകയും അതേസമയം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു വരികയും ചെയ്യുന്നത്, അല്ലേ, ഏറ്റവും കുറവായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്, അല്ലേ, അപ്പോഴേ നമുക്ക് എന്താ പറയാൻ വേണ്ടി ഓപ്റ്റിമം എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും തമ്മിൽ എന്തുണ്ട്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും തോറും വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും? കൂടി വരും, അല്ലേ? റിവേഴ്സും സംഭവിക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, therefore ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ സോളമൻ എസ്ര അദ്ദേഹം ഡിഫൈൻ ചെയ്ത് എന്താ? ഓപ്റ്റിമം ലിവറേജ് ഓർ ഓപ്റ്റിമം ക്യാപിറ്റലൈസേഷൻ ഇസ് ദ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി which will maximize the market value of the company and minimizes the company's overall cost of capital. Clear? അപ്പോൾ ഏതൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പിനേഷൻ ട്രൈ ചെയ്യുമ്പോഴാണോ
അല്ലെങ്കിൽ ഏതൊരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിലാണോ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്, അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിൽക്കുന്നത്, അതിനെ നമുക്ക് എന്ത് പറയാം? ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്റ്റിമം ലിവറേജ് എന്ന് പറയാം. Clear? So in short, optimum capital structure is the capital structure in which the weighted average cost of capital is its minimum. Clear? And the weighted average cost of capital, WACCL and KO, clear, will be its minimum, and its value of the firm will be at its maximum. Clear? ഫേമിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആയിട്ട് നിൽക്കുന്നതും ഫേമിൻ്റെ റിസ്ക് അല്ലേ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് വരുന്നതിന് നമുക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാൻ പറ്റും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പോൾ നമ്മൾ നോക്കി കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാളും ഇക്വിറ്റിയും പ്രിഫറൻസിനേക്കാളും കുറഞ്ഞ കോസ്റ്റിലേക്കായിരിക്കും അത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി എന്താവും, ടാക്സ് അഡ്വാൻറ്റേജും ടാക്സ് ഷീൽഡും ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലിയർ ഡെപ്റ്റ് കൂടുതൽ ഇൻഫ്യൂസ് ചെയ്യും തോറും ഈ ഏർണിങ്സ് പെർ ഷെയർ ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? പക്ഷേ ഏതോ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്റ്റ് വീണ്ടും ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഈ കൂടുന്ന ട്രെൻഡ് മാറി വീണ്ടും കുറയാൻ തുടങ്ങും. ക്ലിയർ? അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കുറയാൻ തുടങ്ങും, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വീണ്ടും കൂടാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ EPS എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഇതിന് തമ്മിൽ ഒരു എന്തുണ്ട്, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മിക്സിങ് ക്ലിയർ നമുക്ക് ലഭ്യമാവും. ഓക്കെ, കാരണം അതിനേക്കാളും ഏതോ ഒരു ലെവൽ വരെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നു, ആ ലെവലിന് ശേഷം വീണ്ടും ഡെപ്റ്റ് ഇൻകോർപ്പറേറ്റ് കഴിഞ്ഞാൽ EPS ആയിക്കോട്ടെ വാല്യൂ ആയിക്കോട്ടെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കുറയാൻ തുടങ്ങുന്നു. ക്ലിയർ? അപ്പോൾ അത് മാറ്റിയെടുക്കുന്ന എന്ത് ചെയ്യണം, അതിനേക്കാളും കൂടുതൽ ഡെപ്റ്റ് കൊണ്ടുവരാനും പറ്റില്ല. കാരണം നമുക്കറിയാം ഡെപ്റ്റ് കൂടുന്തോറും ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ ഫേം അല്ലേ, ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷനും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഒക്കെ റിസ്ക് ആയതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ റിസ്ക്. ഈ ഫിനാൻഷ്യൽ റിസ്ക് വർദ്ധിച്ച് വരും. ഫിനാൻഷ്യൽ റിസ്ക് വർദ്ധിക്കും തോറും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത്രയും റിസ്ക് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അവർ കൂടുതൽ അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. അല്ലേ? അതുപോലെ തന്നെയാണ് ഡെപ്റ്റ് കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും തോറും അഡീഷണൽ ആയിട്ട് നമ്മൾ ഡെപ്റ്റ് ചോദിക്കാൻ പോകുമ്പോൾ ഡെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും എന്ത് ചെയ്യും, അവരും കൂടുതൽ ഇൻട്രസ്റ്റ് ചോദിക്കും. കാരണം ഒരു ഫേമിന് വളരെ കൂടുതൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, വ്യത്യാസം വരാം. സോ EPS ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, വാല്യൂ ഓഫ് ദ ഫേം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതോ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് നമുക്ക് കിട്ടും. ക്ലിയർ? ആ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിന് നമുക്കൊരു അപ്രോപ്രിയേറ്റ്, ഐഡിയൽ അല്ലെങ്കിൽ ക്ലിയർ മോസ്റ്റ് ബെനിഫിഷ്യൽ, ഓപ്റ്റിമം എന്നൊക്കെ പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അവിടെയാണ് നമ്മൾ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ട്രൈ ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക? ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫേമിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിന് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എത്രമാത്രം വാല്യൂ ഉണ്ട് ഇതൊക്കെ നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടി ഫേമിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെയ്തത് അല്ലേ, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്പനി ഓർ P0 ഈസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ എന്താ ചെയ്തത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ അല്ലേ EPS ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ D1 ഡിവൈഡഡ് ബൈ KE അങ്ങനെയല്ലേ നമ്മൾ കൊണ്ടുവന്നത് അല്ലേ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, EPS ഡിവൈഡഡ് ബൈ KE എന്ന് വേണമെങ്കിൽ കൊടുക്കുക. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എപ്പോഴാണ് മാക്സിമൈസ് ചെയ്യുക നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം അല്ലേ. ഇപ്പോൾ P0 ഈക്വൽ ടു EPS ഡിവൈഡഡ് ബൈ KE അല്ലെങ്കിൽ ഓർ D1 നമ്മൾ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ ആണെങ്കിൽ ഇത് ഏർണിങ്സ് ക്യാപിറ്റലൈസേഷൻ ആണ്, ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ. സോ D1 ഡിവൈഡഡ് ബൈ KE അല്ലേ, പ്ലസ് G ഉണ്ടെങ്കിൽ Gയും കൂടെ എടുക്കാം. ക്ലിയർ? എനിവേ ഇവിടെ നമ്മൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ അല്ലേ KE എന്ന് പറയുന്നത് 10% വിചാരിക്കാം. ക്ലിയർ? ദെൻ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 ഡിവൈഡഡ് ബൈ 0.1 അല്ലേ, 5 ഡിവൈഡഡ് ബൈ 0.1 കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കും. നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിട്ട് P0 ഈക്വൽ ടു so 5 divided by 0.1 will give you 50 rupees.
ക്ലിയർ 50 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ് കിട്ടും. ക്ലിയർ ഇതിപ്പോൾ D1 ആയാലും ശരി അതുപോലെ തന്നെ EPS എടുത്താലും ഇതേ തന്നെയാണ് കിട്ടുക അല്ലേ. ഇനിയിപ്പോൾ G കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഗ്രോത്ത് റേറ്റ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 5 ഡിവൈഡഡ് ബൈ അല്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക KE മൈനസ് G ആണ് ചെയ്യുക. അപ്പോൾ KE മൈനസ് G ചെയ്യുമ്പോൾ 0.1 ആണെന്ന് വിചാരിക്കുക, 0.5 ആണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ 0.505 ആണ് നമ്മുടെ 5% ഗ്രോത്ത് റേറ്റ്, 10% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ 5 ഡിവൈഡ് ബൈ 0.1 മൈനസ് 0.05 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 5 ഡിവൈഡഡ് ബൈ 0.05 എന്നായിരിക്കും കിട്ടുക. അങ്ങനെ 5 ഡിവൈഡ് ബൈ 0.05 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും വാല്യൂ 250 ആ റേഞ്ചിലേക്ക് പോകും. ക്ലിയർ വളരെ കൂടുതലായിട്ട് മാറും. ക്ലിയർ ഇപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ ഇത് പ്രൈസ് മാർക്കറ്റ് പ്രൈസാണ് അല്ലേ. നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും മാർക്കറ്റ് പ്രൈസ് ഒക്കെ വരിക. ഇപ്പോൾ 1 lakh ഷെയർസ് എന്തെങ്കിലും എന്താവും ഇൻറ്റു ഇത്രയും ചെയ്യുമ്പോൾ അത്രയും വാല്യൂ കൂടും. ക്ലിയർ അപ്പോൾ അതുപോലെ തന്നെയാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ KO ആണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ KO എടുക്കും. ഗ്രോത്ത് റേറ്റ് കൂടെ മൈനസ് ചെയ്യുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ക്ലിയർ അപ്പോൾ EPS ആണ് എടുക്കുന്നത്, EPS എടുക്കുന്നു. ഇപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡ് ബൈ KO നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ അപ്പോൾ ഇങ്ങനെ ഈ KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ കുറഞ്ഞു വരുന്തോറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു വരുന്തോറും അല്ലേ എന്ത് ചെയ്യുന്നു നമ്മളെ വാല്യൂ ഓഫ് ദ ഫേം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. നമ്മൾ നേരത്തെ 5 ഡിവൈഡഡ് ബൈ 0.1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 50 ആണ്. പക്ഷെ 5 ഡിവൈഡ് ബൈ 0.05 നമ്മൾ ചെയ്തപ്പോൾ 200. അപ്പോൾ വലിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു മാറ്റങ്ങൾ മാർക്കറ്റ് പ്രൈസിൽ കൊണ്ടുവരാൻ പറ്റും. മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടി അല്ലേ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുമ്പോൾ അത് ആരുടെ ബെനിഫിറ്റ് ആയിട്ടാണ് മാറുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് വാല്യൂ ഇതൊക്കെ കൂടും. അപ്പം ഇങ്ങനെ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേമിനും തമ്മിൽ എന്തുണ്ട് ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ക്ലിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് KO നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യണം കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അല്ലേ KO ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് എവിടെയാണോ നോക്കേണ്ടത് അല്ലേ. അതിനാണ് നമ്മൾ നേരത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുന്ന സമയത്ത് ഒരു ഇല്ലുസ്ട്രേഷൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അവിടെ ഡിഫറെൻറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് നമ്മൾ ട്രൈ ചെയ്തു. ഡെപ്റ്റ് എത്ര ഇക്വിറ്റി എത്രയെന്ന് നോക്കി ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഏതോ ഒരു ലെവലിൽ വരുമ്പോഴാണ് എന്ത് വന്നത് അവിടെ അത് 70% ഇക്വിറ്റിയും 30% ഡെപ്റ്റും വരുമ്പോഴായിരുന്നു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കുറവ്. അവിടെ ആയിരിക്കും വാല്യൂ ഓഫ് ദ ഫേം വളരെ കൂടുതലായിട്ട് നിൽക്കുക. എനിവേ ക്ലിയർ. സോ ഈ രീതി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 70-30 ഒന്നും അല്ല ശരിക്കും ഓപ്റ്റിമം എന്ന് പറയുന്നത് കേട്ടോ. അത് ഓരോ ഫേമിനും ഡിപ്പെൻഡബിൾ ആണ്. ചില ഫേമിന് 70% ഇക്വിറ്റിയും 30% ഡെപ്റ്റും, വേറൊരു ഫേമിന് ചിലപ്പോൾ 70% ഡെപ്റ്റും 30% ഇക്വിറ്റിയും ആവാം. ഇങ്ങനെ ഓരോ ഫേമിനും അവരവരുടെ നേച്ചറും റിട്ടേണബിലിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. ക്ലിയർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ കാണും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ വ്യൂ ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ അതിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ സോ an optimum capital structure can be computed diagrammatically as ഇപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള മിക്സ് ആണ് ഇവിടെ X ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് ഓർ വാല്യൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാല്യൂ. ക്ലിയർ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ആവാം വാല്യൂ ആവാം, രണ്ടും നമ്മൾ പ്ലോട്ട് ചെയ്യും. ക്ലിയർ വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ രണ്ടും പ്ലോട്ട് ചെയ്തു. ഇവിടെയോ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ക്ലിയർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്താ ഡെപ്റ്റും ഇക്വിറ്റിയും നമ്മൾ റേഷ്യോ. ക്ലിയർ സേ ഫോർ എക്സാമ്പിൾ ഇത് 0% ഇക്വിറ്റി ആണ് എന്ന് വിചാരിക്കും. ക്ലിയർ അല്ലെങ്കിൽ 0% ഡെപ്റ്റ് ആണെന്ന് വിചാരിക്കും. ക്ലിയർ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി ഡെപ്റ്റ് കൂട്ടി വരുന്നു. ക്ലിയർ 10% ഡെപ്റ്റ്, 20% ഡെപ്റ്റ്, 30% ഡെപ്റ്റ്, 50% അല്ലെങ്കിൽ 40%, 50% ഡെപ്റ്റ്. ക്ലിയർ ഇങ്ങനെ ഏതോ ഒരു ലെവൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഫേമിൻ്റെ വാല്യൂ വളരെ കൂടുതലും ഫേമിൻ്റെ കോസ്റ്റ് വളരെ കുറയും ചെയ്യും. ക്ലിയർ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡയഗ്രമാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന നോക്കുക. അപ്പോൾ നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഡെപ്റ്റ് ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ X ആക്സിസിൽ കൊടുത്തു, Y ആക്സിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം കൊടുത്തു. ക്ലിയർ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഇതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ആ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്ലോട്ട് ചെയ്തു. ക്ലിയർ 0% ഡെപ്റ്റ് ആണെങ്കിൽ എത്രയാണ് കോസ്റ്റ്. ക്ലിയർ അപ്പോൾ കോസ്റ്റ് ഇവിടെ എത്രയും നിൽക്കുന്നു. ക്ലിയർ ഇനി ഡെപ്റ്റ് കൂട്ടുന്തോറും എന്ത് ചെയ്തു ഡെപ്റ്റ് കൂട്ടി വരുന്നതോറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു വരുന്നുണ്ട്. ക്ലിയർ ദെൻ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചത്. ക്ലിയർ ഓക്കെ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ലൈനാണ് ഇത്. ഓക്കെ ദിസ് ലൈൻ ഇൻഡിക്കേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ
ഇനി വാല്യൂ ഓഫ് ദ ഫേം നോക്കൂ, നമുക്കറിയാം ഡെപ്റ്റ് കൂട്ടുന്തോറും അല്ലേ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേം കൂടി വരും. എന്താ കാരണം? ടാക്സ് അഡ്വാൻറ്റേജും അല്ലേ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അല്ലേ, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ട് കൂടുതൽ ഡെപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരും തോറും എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് ദ ഫേം കൂടി വരും. ക്ലിയർ? കൂടി വരും. പക്ഷേ ഏതോ ഒരു പർട്ടിക്കുലർ ലെവലിൽ അത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും ഡെപ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? വാല്യൂ കുറയാൻ തുടങ്ങും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഏത് ലെവലിലാണോ, ഏത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് വരുമ്പോഴാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറവ് നിൽക്കുന്നത്, വാല്യൂ ഓഫ് ദ ഫേം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, അങ്ങനെയുള്ളൊരു debt equity ratio. Clear? Maybe this 50% clear debt and 50% equity. Clear? Allengilo 60% debt and 40% equity. Clear? അതല്ലെങ്കിലോ 40% ഡെപ്റ്റും 60% ഇക്വിറ്റി. ഇങ്ങനെ ഏത് തരത്തിലുള്ള റേഷ്യോ വരാം. അപ്പോൾ ഇത് നോക്കേണ്ട എന്താ, ഈ ഡയഗ്രാം നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യുന്നു. കോസ്റ്റും പ്ലോട്ട് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പ്ലോട്ട് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലോട്ട് ചെയ്യും. ഇങ്ങനെ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ നിൽക്കുന്നതും ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത് ഏത് ലെവലിലാണ് നോക്കുന്നത്, ആ ലെവലിൽ നമ്മൾ എന്ത് പറയുന്നു, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? സോ ദിസ് ആർ, ഇവിടെ ആർ എന്ന് കൊടുത്തിരിക്കുന്ന ഇതാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? ഓപ്റ്റിമം ക്യാപിറ്റൽ കമ്പോസിഷൻ, ഓപ്റ്റിമം ക്യാപിറ്റൽ മിക്സ്, ഓപ്റ്റിമം ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്കൊരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഗ്രാഫിക്കലി, ഡയഗ്രമാറ്റിക്കലി. ക്ലിയർ? ഓക്കെ, then essentials or requisites of a sound or optimum capital structure. ഒരു നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ട എസെൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ക്ലിയർ, റിക്വസിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഒന്നാമത്തത് അല്ലേ, അതിനൊരു ബാലൻസ് കീപ്പ് ചെയ്യണം. സോ വി ഷുഡ് ഹാവ് എ ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്, ക്ലിയർ, ആൻഡ് ക്രെഡിറ്റർഷിപ്പ് ഇക്വിറ്റി. ഡെപ്റ്റും ഇക്വിറ്റിയും നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കണം നമ്മളൊരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? അതെന്ത് പ്രൊവൈഡ് ചെയ്യണം? എക്കണോമി. എന്താ എക്കണോമി? കോസ്റ്റ് ഏറ്റവും കുറവായിട്ട് വരുന്നതും, ക്ലിയർ, ബെനിഫിറ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും ആയിരിക്കണം. ക്ലിയർ? അപ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, എക്കണോമി ഉണ്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ? സോ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എക്കണോമി. തേർഡ് വൺ, ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റിയും സോൾവൻസിയും ഉറപ്പുവരുത്താൻ പറ്റുന്നതായിരിക്കണം ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ടുവന്നു, പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ലിക്വിഡിറ്റി പൊസിഷനും പോയി, സോൾവൻസി പൊസിഷനും പോയി. അപ്പോൾ പിന്നെ നല്ലതാവുമോ? ഇല്ല. അപ്പോൾ ഒരു നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ വേണമെങ്കിൽ, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വേണമെങ്കിൽ അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താ? It should offer adequate liquidity and adequate solvency. Clear? എന്താ ലിക്വിഡിറ്റിയും സോൾവൻസിയും തമ്മിലുള്ള വ്യത്യാസം? ലിക്വിഡിറ്റി മീൻസ് ദ എബിലിറ്റി ടു കൺവേർട്ട് ആൻഡ് അസറ്റ്സ് ഇൻ ടു ക്യാഷ്, ക്ലിയർ, വിത്തൗട്ട് മച്ച് ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസ് വളരെ ഇല്ലാത്ത തരത്തിൽ ഒരു അസറ്റിനെ ക്യാഷാക്കി മാറ്റാനുള്ള എബിലിറ്റിക്കാണ്, അതിൻ്റെ കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുക. ക്ലിയർ? ദെൻ അല്ലെങ്കിൽ ക്യാഷ് ജനറേഷൻ എബിലിറ്റി എന്ന് നമ്മൾ സിംപ്ലി പറഞ്ഞാൽ മതി. സോൾവൻസി എന്താ? ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു മീറ്റ് ഇറ്റ്സ് ഓബ്ലിഗേഷൻ. ക്ലിയർ? ഒരു ഫേമിന് അതിൻ്റെ ഡെപ്റ്റ് ഓബ്ലിഗേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ അതിന് എന്തൊക്കെ ഓബ്ലിഗേഷൻ ഉണ്ടാവും? പലതരത്തിലുള്ള ഓബ്ലിഗേഷൻ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഡെപ്റ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം, മറ്റുള്ള പേയ്മെൻറ്റ്സ് കൊടുക്കണം. ക്ലിയർ? ഇങ്ങനെ വരുന്ന എല്ലാ തരത്തിലുള്ള ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് സോൾവൻസി എന്ന് പറയുന്നത്. So next is flexibility. A capital structure, optimum capital structure should provide, clear, some kind of flexibility to the company. Clear? ആവശ്യമായിട്ടുള്ള സമയത്ത് മാറ്റം വരുത്താനുള്ള എബിലിറ്റി, അല്ലേ, the ability to make changes. Clear? That is flexible. Okay, അപ്പോൾ അത്തരത്തിൽ ആവശ്യമായിട്ടുള്ള സമയത്ത് മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി അത് പ്രൊവൈഡ് ചെയ്യണം. സിംപ്ലിസിറ്റി, അല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ കോംപ്ലക്സ് ആയിട്ട് മാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലേ, അതിൻ്റെ റാഷണാലിറ്റി, അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ്, എക്കണോമി, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ സിംപ്ലിസിറ്റി അതിനുണ്ടായിരിക്കണം. ക്ലിയർ? സേഫ്റ്റി, ക്ലിയർ, അത് എന്തുകൂടെ ഉറപ്പുവരുത്തണം? ക്ലിയർ, സേഫ്റ്റി കൂടെ ഉറപ്പുവരുത്തണം. ക്ലിയർ? should ensure the safety of the investment, safety of the asset, safety of the business. Clear? അപ്പോൾ ഡെപ്റ്റൊക്കെ കൂടുതൽ എടുത്തു, കടം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? അതിനൊക്കെ വിറ്റിട്ടായിരിക്കും അവരുടെ പൈസ എടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ബിസിനസ് തന്നെ കൊളാപ്സ് ആവും. ക്ലിയർ? സോ വി നീഡ് ടു എൻഷുവർ സേഫ്റ്റി. ക്ലിയർ? അതുകൊണ്ട് ആഡിക്വേറ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. മാക്സിമം റിട്ടേൺ,
ക്ലിയർ? ഒരു ബിസിനസ്സിന് ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ ഒക്കെ എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റണം? മാക്സിമം വെൽത്ത്, മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ, മാക്സിമം റിട്ടേൺ ടു ദ കമ്പനി, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരിക്കണം. മാക്സിമം കൺട്രോൾ അല്ലേ, ക്യാപിറ്റൽ, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തുകൂടെ സഹായിക്കണം? കൺട്രോൾ എഫക്റ്റീവായിട്ട് അല്ലേ, മാക്സിമം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഫിഷ്യൻറ്റ് കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. എഫിഷ്യൻറ്റ് മാനേജറിയൽ കൺട്രോൾ. ഒരു മാനേജ്മെൻറ്റിന് അവരുടെ കൺട്രോൾ വളരെയധികം ഡൈല്യൂട്ട് ചെയ്യാതെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻഫ്യൂസ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ ആ രീതിയിൽ ക്ലിയർ ഡെപ്റ്റും ഇക്വിറ്റിയുടെ ഒരു മിക്സൊക്കെ കൊണ്ടുവന്ന് ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള മാനേജറിയൽ കൺട്രോൾ, ക്ലിയർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ കൺട്രോൾ ഡൈല്യൂഷൻ ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അപ്രോപ്രിയേറ്റ് കൺട്രോൾ ക്ലിയർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ ബാലൻസ്ഡ് ലിവറേജ് കൂടുന്നതും കുഴപ്പമാണ്. ലിവറേജ് എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫേമിന് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷനോ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേമിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ EPS ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ലിവറേജ്. സോ ദിസ് എ മെക്കാനിസം by which a firm will maximize its return or wealth, clear, by way of incorporating fixed cost elements or fixed interest, clear, elements. Okay, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു ബാലൻസ്ഡ് ലിവറേജ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിതൊക്കെ കൂടുതൽ ഡെപ്റ്റ് ഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ലിവറേജ് കൂടി വരും. ലിവറേജ് കൂടുക എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുക എന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും ഒക്കെ കൂടും. ക്ലിയർ? ഒരു പരിധിയിൽ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ, അത് റോങ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആയിരിക്കും വരുത്തുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള 9 പോയിന്റ്സ് അല്ലേ, ഇത്തരം പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? എസെൻഷ്യാലിറ്റീസ് ഓഫ് എ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? സോ ബാലൻസ്, എക്കണോമി, then liquidity and solvency, flexibility, simplicity, maximization of return, maximum control and balanced leverage. Okay, then patterns or forms of capital structure. ഇനി ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അല്ലേ, അതിൽ എങ്ങനെയൊക്കെ എന്തെല്ലാം ഫോംസ് അല്ലെങ്കിൽ എന്തെല്ലാം പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും? പല കമ്പനികൾക്കും പല രീതിയിലായിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ വരിക കേട്ടോ. നമുക്കൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുമെങ്കിൽ പോലും അല്ലേ, പല രീതിയിലും കമ്പനികളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചില കമ്പനികൾക്ക് ഇക്വിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അത് നമ്മൾ ഓൾ ഇക്വിറ്റി ഫേം എന്ന് പറയും, അല്ലെങ്കിൽ ഇക്വിറ്റി ഓൺലി ഫേം. ക്ലിയർ? ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും രണ്ടും കൂടെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും. ഇക്വിറ്റി ഷെയറും ഡിബഞ്ചറും കൂടെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും. ചില കമ്പനി നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ഉണ്ടാവും, ഡിബഞ്ചറും ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോം ചെയ്യാം. ഇക്വിറ്റി മാത്രമായിട്ടോ, ഇക്വിറ്റിയും പ്രിഫറൻസും കൂടെ ചേർത്തിട്ടോ, ഇക്വിറ്റിയും ഡിബഞ്ചറും കൂടെ അല്ലെങ്കിൽ ഡെപ്റ്റും കൂടെ ചേർത്തിട്ടോ, ഇക്വിറ്റിയും പ്രിഫറൻസും ഡെപ്റ്റും കൂടെ ചേർത്തിട്ടോ ഒക്കെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് കമ്പോസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇൻ എ ഗോയിങ് കമ്പനി റിസർവ്സ് ആൻഡ് സർപ്ലസ് ക്യാൻ ആൾസോ ബി കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. അതുപോലെ തന്നെയാണ് ഇതിന് പുറമെ മിക്കവാറും എല്ലാ ഫേമുകളിലും എന്തുകൂടെ ഉണ്ടാവും? റിസർവ്സ് ആൻഡ് സർപ്ലസ് കൂടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ക്ലിയർ? ഏത് ഫേമുകൾക്കാണ്? ആദ്യമായിട്ട് തുടങ്ങുന്ന കമ്പനിക്കാണോ അതോ എക്സിസ്റ്റിംഗ് കമ്പനിക്കായിരിക്കോ? ഒരു ഗോയിങ് കൺസേൺ, ഒരു എക്സിസ്റ്റിംഗ് കമ്പനി അല്ലെ, ബിസിനസ് ചെയ്ത് കുറേ സമയമാകുമ്പോൾ അവർക്ക് റിസർവ്സും സർപ്ലസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് വിൽ ആൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പാറ്റേൺസ് ഒക്കെ വരിക. ഓക്കെ, റൈറ്റ്.